ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക് ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട പായ്ക്കപ്പൽ ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെട്ടു. പായ്ക്കപ്പൽ മുങ്ങുന്നു എന്ന് US നാവികസേന ഇന്ത്യൻ നേവിയെയും തുറമുഖ അധികൃതരെയും അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് മുങ്ങുന്ന പായ്ക്കപ്പലിലുള്ളത്. MV ജബൽ അലി എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, 14 ജീവനുകൾ ഉണ്ട് എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആക്രമണമോ മറ്റോ നടന്നതായുള്ള വിവരങ്ങളുണ്ടോ? എന്താണ് വിവരങ്ങൾ? രേണുക, എന്തായാലും ഇത് ഒരു ആക്രമണമോ അല്ലെങ്കിൽ അത്തരം അട്ടിമറ നീക്കങ്ങളൊന്നും ഉള്ളതിൻ്റെ ഒരു സൂചനകളും ഇതുവരെ ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ US നേവിയുടെ അറിയിപ്പ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമാകുന്നു. എല്ലാവരും കടലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് 14 ഇന്ത്യക്കാരെയും ജീവനക്കാരെയും കണ്ടെത്തുന്നത്. തുടർന്ന് അവർക്ക് രക്ഷാബോട്ടുകൾ ഇട്ടുകൊടുത്തു. എന്തായാലും ഇപ്പോൾ അവരെ സുരക്ഷിതരായി മാറ്റി കാണാനുള്ള സാധ്യതകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. US നേവി തന്നെയാണ് ഈ അറിയിപ്പ് നൽകുന്നത്. അതായത് ഒമാൻ തീരത്തു നിന്നും 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. സമീപ ദിവസങ്ങളിൽ അവിടെ ഒരു സംഭവം, അനിഷ്ട സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയിലും ആശങ്കയിലുമാണ് ഈ വാർത്ത നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. ഇതാണ് നമുക്ക് ഉള്ള ലൊക്കേഷൻ, മാപ്പ് നൽകുന്ന ലൊക്കേഷൻ ഇതാണ് ഒമാൻ തീരം. ഒമാൻ തീരത്തിൽ നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം. നമുക്ക് ഈ കാണുന്ന ലൊക്കേഷനുള്ള കപ്പൽ MV ജബൽ അലി എന്ന കപ്പലാണ്. ഈ കപ്പലാണിപ്പോൾ ഒമാൻ തീരത്ത് നിന്നും മുംബൈ തീരത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഈ അപകടം വാർത്ത വരുന്നതോടുകൂടി തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ കപ്പൽ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. ജബൽ അലി 9 എന്ന കപ്പലാണ് ഇത്. മുംബൈ തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലാണ്. ഈ കപ്പലാണിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടേക്ക് അയച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ലൊക്കേഷൻ കാണുന്നത് പ്രകാരം ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മാപ്പിൽ രേഖപ്പെടുത്തുന്നത്. വെസൽ ഫൈൻഡർ ലൈവ് ട്രാക്കിംഗ് സംവിധാനമാണ്. അതനുസരിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ച് വെസൽ ട്രാക്കിങ്ങിൽ കാണിക്കുന്നത് ജബൽ അലിയുടെ ലൊക്കേഷൻ ഈ പോയിന്റിലാണ്. അപ്പോൾ ഏറെക്കുറെ ഈ ഭാഗത്തായിട്ടാവണം അപകടം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഒമാൻ തീരത്ത് നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് നടന്നിരിക്കുന്നത്. ഒരു പോലെയുള്ള ഉരുവിലാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത്. 14 ഇന്ത്യക്കാരാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. മുങ്ങിത്താഴുന്ന ശ്രദ്ധയിൽപ്പെടുന്നത് US നേവിയുടെ നിരീക്ഷണ കപ്പലാണ്. അവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെയാണ് ഇത്തരത്തിലുള്ള അലർട്ട് പോവുകയും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സർക്കാർ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒമാൻ പോർട്ടും രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ ജബൽ അലി കപ്പൽ അവിടേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒമാൻ തീരത്ത് നിന്നും ഇവിടേക്ക് മുംബൈയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലാണിപ്പോൾ അവിടേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയിട്ടില്ല. 14 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസം തന്നെയാണുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ വ്യക്തമാക്കുന്നത്. ശരി.